എൻ്റെ പേര് നിസാം എന്നാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മളെ സാമ്പത്തികത്തെക്കുറിച്ചാണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകളും സാമ്പത്തികമായിട്ട് സ്റ്റേബിൾ ആവാത്ത ആളുകളും മാത്രമേ ഈ വീഡിയോ തുടർന്ന് കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് നമ്മൾ ചിലവ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ചിലവിൻ്റെ 3 രീതിയിൽ വരുന്നുണ്ട്. ഒന്നാമത് നമുക്ക് വരുന്നത് അനാവശ്യ ചിലവുകൾ, ആവശ്യമായിട്ടുള്ള ചിലവുകൾ, പിന്നെ അത്യാവശ്യ ചിലവുകൾ. ഇതിൽ നമുക്ക് ആവശ്യ ചിലവിന് 2 വിധത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ അനാവശ്യ ചിലവ് നമുക്ക് ഇതിന്ന് ഒഴിവാക്കാം. അനാവശ്യ ചിലവ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യമില്ലാത്തത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ടോയ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ ഓൺലൈനിലൊക്കെ അത് 1000 രൂപ അല്ലത് 800 രൂപക്ക് അല്ലെങ്കിൽ 750 രൂപക്കൊക്കെ കാണുന്ന സമയത്ത് പെട്ടെന്ന് മേടിക്കുക. അത് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണെന്നൊക്കെ വിചാരിച്ച് വാങ്ങിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മൾ നിരന്തരം കാണുന്നതാണ്. അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഒരു വർഷം മുന്നേ ഇപ്പോൾ കഴിഞ്ഞ 2024 നിങ്ങൾ മേടിച്ച സാധനങ്ങൾ തന്നെ ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ വീട്ടിലിരിപ്പുണ്ട്. അതന്നെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയ കടം കിട്ടാവുന്ന സാധനങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സാധനമോ വാങ്ങിക്കുന്ന സമയത്ത് ഇത് നമുക്ക് യൂസ്ഫുൾ ആണോ, അത് നമുക്ക് തുടർന്ന് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം വാങ്ങിച്ചാൽ മതി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിൽ പകുതി കഴിഞ്ഞിട്ട്, അതായത് പകുതി വരെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ആവശ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊരു ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അരി വാങ്ങിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ആവശ്യ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ എന്താ അത്യാവശ്യ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റൽ കേസ്, ഇപ്പോൾ കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. അതില്ലാതെ വേറെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ തൂക്കി കിടക്കാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ബാൻഡേജ് ചെയ്തിട്ട് മാവൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന രീതിയാണ്. അതാണ് നമുക്ക് അത്യാവശ്യ കേസുകളിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വില്ലന്മാരെന്ന് പറയുന്നത് അനാവശ്യം ആവശ്യത്തിൽ പകുതി കാര്യങ്ങളുമാണ്. അതിൽ നമുക്ക് അനാവശ്യ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഓരോ പ്രൊഡക്റ്റുകൾ കണ്ട കാര്യങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് ആവശ്യത്തിൽ വരുന്ന ചില സമയത്ത് നമ്മൾ തോന്നും, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളെ വീട്ടിലൊരാൾ, ഇപ്പോൾ നമ്മളൊരു ഇടത്തരമായി നിൽക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നമ്മളെ കയ്യിലൊരു അത്യാവശ്യം ഓടിക്കാൻ ഒരു കാറോ അല്ലെങ്കിൽ ബൈക്കോ ഉണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരനൊരു ബൈക്ക് നല്ലത് മേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവനൊരു കാറ് മേടിച്ചിട്ടുണ്ട്, അയ്യോ എനിക്കതെങ്ങനെ വാങ്ങിക്കാൻ പറ്റും ലോൺ എടുത്തിട്ട് എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പോൾ അധികം നമ്മൾ കണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന ജനറേഷനൊക്കെ ഒരു സാധാരണ ഫോൺ ഉപയോഗിച്ചാൽ മതി, അത് മറ്റുള്ളവരെ ഞാൻ ഒരുപാട് പണക്കാരനാണ്, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ, എന്തിൻ്റെ ആവശ്യത്തിന്, എനിക്ക് ചോദിക്കാനുള്ളത് എന്തിൻ്റെ ആവശ്യത്തിന് നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മളെല്ലാം മനസ്സമാധാനവും സ്വസ്ഥതയും കാണിക്കണം. ഒരു കല്യാണം കഴിയുന്നതിൻ്റെ മുന്നൊരുത്തം ഒരു ലോണ് തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ഇനി മക്കളുണ്ടായിട്ട് അവൻ മരിക്കുന്നവരെ കടക്കാരനായിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ ഇത്തരം അവസ്ഥകൾ നിങ്ങൾക്ക് ആർക്കും വരരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ തുടർന്ന് നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മളൊരു വീട് വെക്കുന്നതിൻ്റെ ഫൗണ്ടേഷൻ കീറിക്കൊണ്ടിരിക്കുക. നമ്മൾ ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് നമ്മളെ ചിലവുകൾ. ഇനി വരുന്ന പുതുവർഷത്തിൽ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ലോജിക്കലായിട്ടും ചിന്തിക്കണം, ഇമോഷണലായിട്ടും ചിന്തിക്കണം. ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബാഗ്, ഈ ബാഗ് വാങ്ങിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ അത് പ്രോഡക്റ്റ് നിന്ന് കണ്ടിട്ട് വെറുതെ മേടിച്ച് വെച്ചാൽ ഒരാവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. ഇത് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യമാണ്. ഇപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു എൻ്റെ ജോലി ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ഇതൊന്നും കൂടി ആക്കാൻ തീർക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇടുക ചെയ്യുക. ഇതിട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ, കുഴപ്പമില്ല, അത് ആവശ്യമാണ്. അല്ലാതെ വെറുതെ 1-2 ബാഗൊക്കെ മേടിച്ചിട്ട് വെക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും ലോജിക്കലായിട്ട് മാത്രം ഇനി മുതൽ 1 രൂപയുടെ പോലും പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പൈസ കൊടുത്ത് മേടിക്കുന്ന സമയത്ത് അത് ഫ്രീ കിട്ടുന്നതായാലും ശരി, ഇനിയിപ്പോൾ ഓഫറിൽ കിട്ടുന്നതായാലും ശരി, പൈസ കൊടുത്തിട്ട് മേടിക്കുന്നതായാലും ശരി, എങ്ങനെ മേടിക്കാനും ശരി, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് 1 രൂപയുടെ മുട്ടസൂചി വാങ്ങിക്കുന്ന സമയത്ത് അത് ആവശ്യമാണെങ്കിൽ മാത്രം മേടിക്കുക. ആവശ്യമില്ലാത്ത ഒരു പ്രൊഡക്റ്റ് പോലും, ഒരു സാധനം പോലും ഇന്ന് മുതൽ ആരും വാങ്ങിക്കാൻ തുടങ്ങരുത്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ഞെരുങ്ങി ജീവിക്കുന്ന ആളുകൾ, കടത്തിൽ ജീവിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഇനി മുതൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് തുടർന്ന് കാണാം. നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസത്തിൽ നിന്ന് കരകയറണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഇത് തുടർന്ന് കണ്ടാൽ മതി. അല്ലാത്തവർ ഒരു കാരണവശാലും ഇത് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, നമസ്കാരം.